രണ്ടാമത്തെ ബുക്ക് ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫാനായ കൊണ്ട് മോഹൻലാലിനെ കുറിച്ച് ബുക്ക് ചെയ്തിരുന്നു. മോഹൻലാൽ ദിവസത്തെ ജീനിയസ് മെസ്സേജ് ഓഫ് ലവ്. അതിൻ്റെ അടിയിൽ മോഹൻലാൽ കമൻറ്റ് എഴുതുന്നുണ്ട്. ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോൾ അത് ഞാൻ കൊടുത്ത റിവ്യൂ എന്താ വളരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലോജിക്ക് ഒന്നുമില്ലാത്ത തരം താഴ്ന്ന ജോണറിൽ കുഴപ്പമില്ലാത്ത മൂവിയാണ് പറഞ്ഞത്. എനിക്ക് പണം ആവശ്യത്തിന് മതി, പവറിനോട് താല്പര്യമില്ല, ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് ആകെ നിത്യമേനോടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം മീഡിയ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഓൺലൈൻ മീഡിയയോട് ദേഷ്യമില്ല, കാരണം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം പലതും ഉണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. വിശന്ന് കാട്ടാൻ കുഴപ്പമില്ല പറഞ്ഞോളാം. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയക്കാർ കാണിക്കുന്നത് വെറും മോശമായ കാര്യമാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്കെതിരെയാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബോഹോ മീഡിയ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞ ശ്രീ സന്തോഷ് വർക്കി. നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീ സന്തോഷ് വർക്കിയെ. വെൽക്കം ടു ദ ഷോ. സന്തോഷിൻ്റെ വീട് എവിടെയാണ്? വീട് കളമശ്ശേരിയിൽ താമസിക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഡോക്ടറേറ്റ് ചെയ്യുന്നു, PhD ഫിലോസഫി സയൻസിൽ. വീട്ടിലാരൊക്കെ? ഫാദർ മരിച്ചുപോയി 2 വർഷം മുമ്പ്. പുള്ളിക്കാരനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറും നേവിയിൽ ഡിഗ്രി കോർപ്പറേഷനിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടെ കാർബോണിൻ്റെ പ്ലാന്റ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തത്. സെക്കൻഡ് മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിൻ്റെ കൂടെയാണ്. മൂന്ന് സിസ്റ്റർ US ഡോക്ടറാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. ഹസ്ബൻഡ് അവിടെ ഹോപ്കിൻസ് സയൻറ്റിസ്റ്റാണ്. അവരുടെ മോൾ അവിടെ ഹോപ്കിൻസിൽ മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരാണ്. പുള്ളിക്കാരത്തി മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു MNC വൈസ് പ്രസിഡൻ്റാണ്. മോൻ ഡൽഹി IITയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. മദർ രണ്ടാം സിസ്റ്റർ കഴിഞ്ഞ് 10 years ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ ഉണ്ടായിരുന്നു. സന്തോഷ് ഏതുവരെ പഠിച്ചു? ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തി. അത് കഴിഞ്ഞ് ഐൻസ്റ്റീൻ ടെക്നോളജി പറഞ്ഞ അതിൻ്റെ ഇലക്ട്രോണിക് ബോർഡ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10 ബുക്കുകൾ എഴുതി. 2 ബുക്ക് ആമസോണിൽ പബ്ലിഷ് ചെയ്തു. ഒരു ബുക്ക് പറഞ്ഞാൽ 800 കോഴ്സിൽ ബുക്കാണ്, ലൈഫ് ഫിലോസഫിയെ കുറിച്ച്. പിന്നീട് ഞാൻ മാസ്റ്റേഴ്സ് എടുത്തു ഫിലോസഫിയിൽ, എൻ്റെ ഇൻട്രസ്റ്റിന് പേരിൽ. പിന്നെ എനിക്ക് 3 ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി നെറ്റ് JRF ഗേറ്റ് കിട്ടി. ഇപ്പോൾ ഞാൻ IIT ബോംബെയിൽ കിട്ടിയതാണ്. പക്ഷേ ഫാദർ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നു. ബുക്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ബുക്സിൻ്റെ പേരെന്തൊക്കെയാണ്? ഇത് എവിടെയാണ് നമുക്ക്? ഞാൻ ഒരു ലൈഫ് ഫിലോസഫി ആണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിൽ പേര് വേറെ ഇട്ട് കാണാം. ഹൗ ടു ലീഡ് എ സക്സസ്ഫുൾ ക്രിയേറ്റീവ് ആൻഡ് ഹാപ്പി ലൈഫ്. ചില പ്യൂർലി ലൈഫ് ഫിലോസഫിയാണ്. 800 കോഴ്സ്, ഒരു കോട്ടിലും കോപ്പടിച്ചാറില്ല. രണ്ടാമത്തെ ബുക്ക് ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫാനായ കൊണ്ട് മോഹൻലാലിനെ കുറിച്ച് ബുക്ക് ചെയ്തിരുന്നു. മോഹൻലാൽ ദിവസത്തെ ജീനിയസ് മെസ്സേജ് ഓഫ് ലവ്. അതിൻ്റെ അടിയിൽ മോഹൻലാൽ കമൻറ്റ് എഴുതുന്നുണ്ട്. ഓ റിയലി? ഓക്കെ. എനിക്ക് പുള്ളിയെ അറിയാം പേഴ്സണലി. ഫിലിം ഫീൽഡിൽ എല്ലാവരും അറിയാം. അത് മാത്രമല്ല ത്രൂ ഔട്ട് വേൾഡ് മലയാളീസ് വേണമെന്ന് അറിയാം. ഓക്കെ. ഇത്രയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും എന്തുകൊണ്ട് സാധാരണ ചെയ്യുന്ന പോലെ ഒരു ജോലിയിലേക്ക് സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തിയത്? അതുകൊണ്ടാണല്ലോ. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തി. എന്തായിരുന്നു സ്റ്റാർട്ടപ്പ് കമ്പനി? ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആയിരുന്നു, ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ റൈറ്റിങ്ങിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ IAS പ്രിപ്പയർ ചെയ്തു, പക്ഷേ എഴുതാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് PhDയിലേക്ക് പോയത്. ഓക്കെ. അപ്പോൾ ഇപ്പം എനിക്ക് കോർപ്പറേറ്റ് വേൾഡ് പോകാൻ താല്പര്യമില്ല. എൻ്റെ ഫാദർ കോർപ്പറേറ്റ് വേൾഡ് വർക്ക് ചെയ്തതാണ്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറി പ്രൊഫസർ ആവുക, റൈറ്റർ, റിസർച്ചർ, അങ്ങനെ പോകാൻ താല്പര്യം. സന്തോഷ് വർക്കി എന്നാണല്ലോ പേര്. എങ്ങനെയാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് സംഭവം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല, ക്രേസ് ഒന്നുമില്ല ഒന്നിനോടും. എൻ്റെ ആകെ ഒരു ഹോബിയാണ് മൂവീസ് കാണുന്നതാണ്. ശരിക്കും എൻ്റെ ഇവിടെ മ്യൂസിക്കാണ്. അപ്പോൾ ഈ വിനിത എന്താ തിയേറ്ററിൽ വെച്ച് ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോൾ അത് ഞാൻ കൊടുത്ത റിവ്യൂ എന്താ വളരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലോജിക്ക് ഒന്നുമില്ലാത്ത തരം താഴ്ന്ന ജോണറിൽ കുഴപ്പമില്ലാത്ത മൂവിയാണ് പറഞ്ഞത്. അതിലൂടെ അറിയാതെ വൈറലായതാണ് ആറാടിക്കുകയാണ് പറഞ്ഞത്. അത് പിന്നെ അങ്ങനെ പോയി. ഓക്കെ. അപ്പോൾ അതൊട്ടും പ്ലാൻഡ് അല്ലാതെ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഓക്കെ. ഇതായിരുന്നു ആദ്യത്തെ മൂവി റിവ്യൂ? മുമ്പ് മൂവിയിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതാണ് സ്ട്രൈക്ക് ആയത്. ഓക്കെ. വൈറലായത് ഈ ഒരു മൂവി ആറാടിക്കാണ് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചപ്പോൾ. ഓക്കെ. ഇപ്പോഴും ഈ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടാനാണോ താല്പര്യം, അതോ സന്തോഷ് അറിയപ്പെടാൻ ആഗ്രഹം? പിന്നെ കുറച്ച് മീഡിയയിലെ കുറച്ച് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് തന്നെ. അവർക്ക് ഒരു റീച്ച് കിട്ടാണ് മറ്റെല്ലാം കുറച്ചൊരു കോമാളി ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ ആക്സിഡൻ്റലായി കിട്ടിയ ഈ ഫേമസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ? ഈ ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് പണം ആവശ്യത്തിന് മതി, പവറിനോട് താല്പര്യമില്ല, ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഫേമസ് ആവണമെന്ന് ആഗ്രഹിച്ചു? ഞാൻ ഉദ്ദേശിച്ചത് ഇന്റലക്ച്വൽ സെലിബ്രിറ്റി, ഐൻസ്റ്റീൻ, റസൽ, അങ്ങനെ പോകാൻ താല്പര്യം.
ഇപ്പോൾ എനിക്ക് ഒരുപാട് മൂവീസ് ഓഫീസിൽ വരുന്നത്, പക്ഷേ എനിക്ക് ഒരു ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയായി മാറാൻ താല്പര്യം. ഇപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന രീതിയിലേ മാറ്റി. എന്താണ് ഇന്റലക്ച്വൽ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിച്ചത്? ഇൻ്റർനെറ്റ് ആണ് ഇപ്പോൾ ഐൻസ്റ്റൈൻ, റസൽ, അവരെല്ലാം ഇൻ്റർനെറ്റ് സെലിബ്രിറ്റിയാണ്. ദേ ആർ നോട്ട് ത്രൂ ദ ഇൻ്റലക്ട്. ഇന്റർനെറ്റ് സെലിബ്രിറ്റി എന്നാണ് ഇൻ്റലക്ച്വൽ, ഓക്കെ ഫൈൻ, ബുദ്ധി കൊണ്ട് അറിയപ്പെടുന്ന ആൾക്കാർ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ളൊരു ഐൻസ്റ്റൈൻ, റസൽ ഇവരെല്ലാം അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. എന്തൊക്കെയാണ് ഗ്ലാമർ സെലിബ്രിറ്റി ആണ് ഒരു സ്പോർട്സ് പേഴ്സൺ ഓർ ഫിലിം സ്റ്റാർ, അത് വേറൊരു വേൾഡാണ്. ഓക്കെ. എന്തൊക്കെയാണെങ്കിലും ഇപ്പം സന്തോഷ് ഇപ്പം അറിയപ്പെട്ടത് ഒരു ഫിലിം റിവ്യൂ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. സിനിമക്ക് അല്ലെങ്കിൽ സിനിമയുമായി സന്തോഷിന്റെ അടുപ്പം എന്താണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് സന്തോഷം കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്? ചെറുപ്പകാലം ക്രിക്കറ്റ് ആയിരുന്നു ഇൻട്രസ്റ്റ്, പിന്നെ സ്റ്റേജ് എൻ്റെ ഫിലിമിലേക്ക് തരുന്നതാണ്. ഫിലിം ജനറലി എല്ലാവരും എൻ്റർടൈൻമെൻ്റ് ആണ് കാണുന്നത്, പക്ഷെ അങ്ങനെയല്ല. സിനിമയ്ക്ക് ഒരുപാട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ, ഇപ്പോൾ തിലകൻ സാർ പറഞ്ഞു, ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കാൻ വേണ്ടിയാണ് എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അമീർ ഖാൻ്റെ താരി സമീൻ പാർ, അങ്ങനെ ഒരുപാട് മൂവീസുണ്ട്. ഒരു മൂവിയാണ് മീഡിയ എൻ്റർടൈൻമെൻ്റ് അല്ല, സമൂഹത്തിൽ ഒരുപാട് ഗുണം ചെയ്യാമെന്ന മെസ്സേജ് കൊടുക്കാൻ മീഡിയയാണ്. ആ രീതിയിലാണ് എടുത്തത്. എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല, മ്യൂസിക്കാണ്. സിനിമ ഞാൻ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഹോബിയാണ് എന്താ. ഓക്കെ. ഒരാഴ്ചയിൽ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യം സിനിമ? ഞാൻ ആകെ ഫ്രൈഡേ മാത്രമേ പോകാറുള്ളൂ 1:30 തിയേറ്ററിൽ. ബാക്കി ദിവസം എനിക്ക് ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, ഫാദർ വെച്ചോടെ എല്ലാ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. PhD ചെയ്യണം, ഒരു ഗവൺമെൻറ് ജോബ് ട്രൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഓപ്ഷനാണ് ഫിലിം റിവ്യൂ. ആകെ 1:30 തിയേറ്ററിൽ പോകുന്നത് ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വളരെ ബിസിയാണ്. ഓക്കെ. സന്തോഷിനെ കിട്ടിയ ഈ കുപ്രസിദ്ധി അല്ലെങ്കിൽ സുപ്രസിദ്ധി, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കുറച്ച് ഔട്ട് സ്പോക്കണേ കൊണ്ടാണ്. അത് പക്ഷേ അർഹിക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആകെ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്ന ആകെ നിത്യമേനോടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം മീഡിയ ഉണ്ടാക്കിയതാണ്. നിത്യമേനോടെ കേസാണ്. ഞാൻ ആളുടെ ഫിലിം കണ്ടിട്ടല്ല, അവർ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു വ്യക്തിത്വമുള്ള ആളെ തോന്നി. അല്ല, അതിലേക്ക് ഞാൻ വരാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് സന്തോഷം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മളൊരു ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റി ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേമസ് ആവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ കിട്ടിയതൊരു കോമാളി പരിവേഷമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? അത് മീഡിയക്കാർ ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ ഓൺലൈൻ മീഡിയ അധികം കുറ്റം പറയില്ല, കാരണം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം പലതും ഉണ്ട്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ചിത്രീകരിച്ചത്. പക്ഷേ ആ ഒരു ശരിക്കും ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണല്ല. അപ്പം ഇങ്ങനെ ഒരു കോമാളി പരിവേഷം കിട്ടിയതിൽ സന്തോഷിന് അതിൽ ഞാൻ ഹാപ്പി അല്ല. വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർക്ക് പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ പറയാൻ ചോദിച്ചിട്ടുണ്ട്. ഫാദറിന് അതിന് ഒരുപാട് അഡ്വൈസ് കിട്ടിയെന്ന് ഒരു പക്ഷേ. പക്ഷേ അതിനെ പറയാറുണ്ട് പലരും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫെയിം എന്ന് പറയുന്നത് ഉല്ലാസത്തിൽ ഒരാൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് കളയുന്ന മണ്ടത്തരമാണ്. അത് വേറൊരിലേക്ക് ചാനലൈസ് ചെയ്യാം. ഓക്കെ. സന്തോഷിൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു? എല്ലാവരോടും കളിച്ച് ചിരിച്ച് സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നു, അതോ മാറി നടന്നിരുന്ന കുറച്ച് സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു ബാല്യം? ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റിൻ്റെ വലിയൊരു ഫാനായിരുന്നു. ടെണ്ടുൽക്കറിൻ്റെ വലിയ ഫാനാണ്. ടെണ്ടുൽക്കർ പോലെ ആവണം പറഞ്ഞ് നടന്നതാണ്. പക്ഷേ ഞാൻ ആ സമയത്തും ഈ പഠിത്തവും ക്രിക്കറ്റും ഒന്നിച്ച് കൊണ്ടുപോയ ആളാണ്. പഠിക്കാൻ എടുക്കാനായിരുന്നു. പിന്നെ ജനറലി കുഴപ്പമില്ല. അന്ന് കുറച്ച് ഇൻട്രോവേർട്ടായി. എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ല. എനിക്ക് 12 വയസ്സിൽ അബ്യൂസ് നടന്നു. 12ാമത്തെ വയസ്സിൽ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി. എനിക്ക് അതൊന്നും അറിയില്ല. അത് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് ബാധിച്ചു. ഓക്കെ. അതിനുശേഷമാണോ കുറച്ച് ഇൻട്രോവേർട്ട് ആയത്? അതിനുശേഷം കുറച്ച് ഭയങ്കര ഇൻട്രോവേർട്ടായി, കുറച്ച് ഉൽവലിയാൻ തുടങ്ങി. പക്ഷെ ആ സമയത്തും സന്തോഷം ഒരുപാട് വായിക്കുമായിരുന്നോ? അതോ? അന്നല്ല, ഞാൻ വായന അടുത്ത കാലത്ത് തുടങ്ങിയത്. എനിക്ക് വായനക്കാട്ടും കൂടുതൽ ചിന്തയാണ്. അന്ന് ഞാൻ മാത്സിൻ്റെ പുറത്തായിരുന്നു. മാത്സിൽ പ്രോഡക്റ്റ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ പരീക്ഷയിൽ 1/2 മണിക്കൂർ ചെയ്യുക, അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഈ പൊതുസമൂഹം ഇത്രയും അപവാദങ്ങൾ പറഞ്ഞിട്ടും കോമാളി എന്നുള്ള പരിവേഷം കിട്ടിയതിന് ശേഷവും വീണ്ടും ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു? ഇപ്പൊ ഞാൻ ആ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. ഓഹോ, അങ്ങനെ പലരും മാറ്റി. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ആദ്യം വന്നപ്പോൾ കോമാളിയായി, ഇപ്പം മാറിയില്ലേ? അതെ. പൃഥ്വിരാജ് രാജപ്പണയെ വന്ന ആളിപ്പോൾ രാജുവേട്ടനായില്ലേ? അപ്പോൾ അങ്ങനെ ചേഞ്ചിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ വളരെ ഇതായിട്ട് ഇരുന്നാൽ ഞാൻ പോപ്പുലർ ആവില്ല. അത് പ്ലാൻഡ് ആയിരുന്നു? ആരും പ്ലാൻഡ് അല്ല, ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം പ്ലാൻഡ് ആയിരുന്നില്ല, ശേഷം പിന്നെ അത് എൻജോയ് ചെയ്തു. ഇപ്പം ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നു. വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കോമാളി പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നി. കാരണം എനിക്കറിയാം ഞാൻ അങ്ങനത്തെ പ്രശ്നമല്ല. ഇപ്പം ഞാൻ വന്ന ശേഷം വേറെ കുറേ വന്ന ആൾക്കാർ പ്യൂർ കോമാളികളായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നില്ല.
സന്തോഷം കോമാളി അല്ലാതെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അല്ല, വിചാരിക്കുന്നു? ഈ കോമാളി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ചില ഇൻ്റർവ്യൂസ് കണ്ട ആൾക്കാരുണ്ട്. അതായത് കുറച്ച് നല്ല മനസ്സും ബുദ്ധിയുള്ളവർക്ക് എന്നെ ഇഷ്ടമാണ്. ഇത് രണ്ടും ഇല്ലാത്തവരാണ് എന്നെ കളിയാക്കുന്നത്. ബുദ്ധിയും നല്ല മനസ്സുള്ളവർക്ക് എന്നെ ഇഷ്ടമാണ്. ബാക്കിയുള്ള ആൾക്കാരാണ് കളിയാക്കുന്നത്. അത് എനിക്ക് അവരോട് ആക്ച്വലി പുച്ഛമാണ്. കാരണം അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മീ. നല്ല മനസ്സും ബുദ്ധിയുമുള്ള ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഓക്കെ. എസ്പെഷ്യലി ജെൻസി കിഡ്സ് 2000 കഴിഞ്ഞ് ജനിച്ച പിള്ളേരാ. അവർക്ക് ഈ ഒരു സാഡിസമാണ്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക. അവരാണ് എന്നെ കളിയാക്കുന്നത്. സന്തോഷ് ഇപ്പം പറഞ്ഞതിൽ, ഇപ്പം പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസ് എന്താണ്? കുറച്ച് മാറി വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ചില ഇൻ്റർവ്യൂസിലെ കാരണം മാറി വരുന്നുണ്ട്. പക്ഷേ ഈ ജെൻസി കിഡ്സ് 2000 കഴിഞ്ഞ് ജനിച്ച പിള്ളേർ, അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ അവരുടെ ഞങ്ങളെല്ലാം എൻ്റർടൈൻമെൻറ്റ് കാണുന്ന ടെണ്ടുൽക്കറിൻ്റെ കളി കാണുക, മോഹൻലാലിൻ്റെ മമ്മൂട്ടി ഫിലിം കാണുക. ഇപ്പോഴത്തെ പിള്ളേരെ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റിവിറ്റി. വേറൊരാളെ ബുള്ളി ചെയ്യുക, വേറൊരാളെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക. അത് തരുന്ന മനോരോഗമാണ്. അങ്ങനത്തെ ആൾക്കാരാണ് എന്നെ കളിയാക്കുന്നത്. അങ്ങനെ 2000-ന് ശേഷം ജനിച്ച ആരെങ്കിലും വന്ന് സന്തോഷം നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ചിരിക്കാണ്, കളിയാക്കി ചിരിക്കലാണ്. മലയാളികളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഈ കളിയാക്കുന്നത്. ലാഫ് ആൻഡ് സ്മൈലിന് വ്യത്യാസമുണ്ട്. ചിരിക്കുന്ന സ്മൈലും ലാഫും വ്യത്യാസമുണ്ട്. നമ്മളൊരു മലയാളിയായി നിന്നുകൊണ്ട് തന്നെയാണ് വേറെ സ്ഥലത്താണ് ഞാൻ ഈ വൈറലായെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇൻ്റലക്ച്വലായി മാറിയാണ്. ഇവിടുത്തെ മലയാളികളെ കുറിച്ച് എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. ഇവർക്ക് അസൂയയും വക്രതയും വളരെ ഹൈ ആണ്. ഓക്കെ. നിത്യ മേനോനെ പോലെയുള്ള വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ആക്ട്രസ് തോന്നിയിട്ടില്ല, മോർ സിംഗറാണ്. പലർക്കും താല്പര്യമുണ്ടാവാം, പലർക്കും ഇഷ്ടമുണ്ടാവും, ആരാധന ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ക്രഷ് തുറന്നു പറയുക എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ഒരു ലോജിക്ക് എന്തായിരുന്നു? അല്ല, അവരുടെ മൂവീസായിട്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴാണ് ഒരു വ്യക്തിത്വമുള്ള ആളെ തോന്നി. പക്ഷേ ഇപ്പോൾ ആൾക്കാർ എനിക്ക് അവരെ ഇൻഫീരിയർ. ഇപ്പോൾ ഞാൻ ഇന്നാളൊരു വീഡിയോ ഒരു ചാറ്റ് കൊടുത്തപ്പോൾ 3.5 lakhs വ്യൂസാണ് വന്നത്. അതിൻ്റെ അടിയിൽ ഒരാളിട്ട കമൻറ്റ് പറഞ്ഞാൽ, നിത്യമേനോൻ്റെ ഫാമിലി വയസ്സോ എഡ്യൂക്കേഷൻ വയസ്സോ എൻ്റെ അടുത്ത് വരില്ല, ആകെ കുറച്ച് ഭംഗിയുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഒരാളെ അല്ല കളിയാക്കുന്നത്. ആക്ച്വലി ഞാനല്ല ഇൻഫീരിയർ, പുള്ളിക്കാരത്തെ ഇൻഫീരിയർ, അല്ല ഞാനല്ല. പിന്നെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താ. പക്ഷേ ഈ നിത്യമേനോൻ്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷീസ് നോട്ട് എ ഓർഡിനറി പേഴ്സൺ, ഷീസ് എ സെലിബ്രിറ്റി. നമുക്ക് അമിതാഭ് ബച്ചനെ സ്നേഹിക്കാം, പക്ഷെ കല്യാണിക്കാൻ പറ്റുമോ? ഇന്ന് ഞാനും സെലിബ്രിറ്റിയാണ്. ഞാൻ സെലിബ്രിറ്റിയായ കാര്യം അവർ പറഞ്ഞു. അവരതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. ഓക്കെ. ഒരു ഫീമെയിൽ ലൈഫ് പാർട്ട്ണറെ കുറിച്ചുള്ള സന്തോഷിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ആൾ ഇൻ്റലിജൻ്റ് ആവണം, കേപ്പബിൾ ആവണം, ആവശ്യത്തിന് ഭംഗി വേണം, നല്ലൊരു മനസ്സുമാണ്. ആവശ്യത്തിന് ഭംഗിയെന്ന് ഉദ്ദേശിച്ചത് കുഴപ്പമില്ല, ഗുഡ് ലുക്കിങ്, ഇൻ്റലിജൻറ്റ്, കേപ്പബിൾ, പിന്നെ നല്ലൊരു മനസ്സ് വേണം, നല്ല സ്വഭാവം, അങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സന്തോഷിൻ്റെ പേരിലും ചില അലിഗേഷൻസ് വന്നു. അല്ല, അതെങ്ങനെ സംഭവിച്ചു? എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കേസ് തെളിവില്ല, അൺഡേറ്റഡ് അഫെയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ ആൾ പബ്ലിസിറ്റിന് വേണ്ടി ചെയ്തതാണ്. അവരെ കുറിച്ച് വേറെ കാര്യം പറയില്ല. കേസ് അവർ അഖിൽമാര പറഞ്ഞ ആളെ പുറകെ നടന്നതാണ് ഈ പോപ്പുലർ കിട്ടാൻ വേണ്ടി. അതിൻ്റെ എന്നെ ട്രാപ്പാണ് ചെയ്ത. ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇവരുടെ ഫോൺ നമ്പർ എൻ്റെ ഇല്ല, യൂട്യൂബ് ഫേസ്ബുക്ക് കമൻറ്റ് ഇട്ടിട്ടില്ല. ഇറ്റ്സ് ഓൺലി ഫോർ പബ്ലിസിറ്റി സ്റ്റണ്ട്. ഞാൻ ഇവർക്ക് അത് ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്. കൊടുക്കാൻ പോവുകയാണ്. 3 ചാനലുകളിൽ ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ മോശമായ കാര്യമാണ്. കാരണം എനിക്കിതായിട്ട് ഒരു ബന്ധവുമില്ലാതെ എന്നെ പഠിച്ചത്. ബാക്കിയുള്ളവരുടെ കേസ് എനിക്കറിയില്ല, ബാക്കിയുള്ള ആൾക്കാർ. അത് എൻ്റെ ഫോട്ടോ ആണ് ഉപയോഗിച്ചത്. ബിക്കോസ് ഞാൻ പോപ്പുലർ ആയതുകൊണ്ട്. വേറെ ആൾക്കാരാണെങ്കിൽ സൂയിസൈഡ് അങ്ങനെ ചെയ്താണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതൊന്നുമല്ല, വളരെ മോശമായ കാര്യമാണ്. ഒരാളുടെ ഇമേജാണ് പോകുന്നത്. അതെ. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇന്നസെൻ്റായി മൂവ് ചെയ്യുമ്പോഴും അത് കാണാൻ ആരും വരില്ല. ഇവർ ചെയ്തിരിക്കുന്ന മീഡിയ എത്തിക്സ് ഇല്ലാത്ത പരിപാടിയാണ്. ഐ എം ഗോയിങ് ടു ഫയൽ ഡിഫമേഷൻ കേസ്. എത്തിക്സ് ഇല്ല എന്ന് പറഞ്ഞല്ലോ മീഡിയക്കല്ല, എവിടെ എത്തിക്സ് ഇല്ല. അപ്പോൾ ഒരു ഫീൽഡിലും എത്തിക്സ് ഇല്ല. അതെ. പക്ഷേ മീഡിയ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതുകൊണ്ട് ഈ മീഡിയ വഴിയായിട്ടാണ് ഈ പറയുന്ന അവരാണ് പോപ്പുലർ ആക്കിയതെല്ലാം. അപ്പം എത്തിക്സ് ഇല്ല എന്ന് പറയുകയും എന്നാൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ ഇൻ്റർവ്യൂവും കൊടുക്കുകയും ചെയ്യുന്നതിനെ പറ്റി അല്ല. ഞാനിപ്പോൾ സെലക്റ്റീവ് എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഓൺലൈൻ മീഡിയയുടെ ദേശമില്ല. കാരണം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം പലതും ഉണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. വിശന്ന് കാട്ടാൻ കുഴപ്പമില്ല പറഞ്ഞോളാം. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയക്കാർ കാണിക്കുന്നത്
വെറും മോശമായ കാര്യമാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്കെതിരെയാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പം അടുത്ത് തന്നെ അതുണ്ടാവും എന്ന് വിചാരിക്കും. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് പേരുടെ നിവിൻ പോളി ഇങ്ങനെ പല ഇന്നസെൻ്റായ കേസ്, ഇത് പല നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണ്. മീഡിയ ഒരു എത്തിക്സും കാണിക്കുന്നില്ല. റീച്ചും പണത്തിന് വേണ്ടി എന്ത് വൃത്തികളും കാണിക്കുക. അതായത് സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റിയെ കുറിച്ചാണ് സന്തോഷ് പറഞ്ഞു വരുന്നത്. ഐ ഡോണ്ട് ഹാവ് പ്രോബ്ലം വിത്ത് ഓൺലൈൻ മീഡിയ വീണ്ടും വന്ന തിയേറ്ററിൽ വരുന്നത്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയയോട് എനിക്ക് യോജിപ്പില്ല. അതായത് സാറ്റലൈറ്റ് ചാനൽസ് ആണോ ഉദ്ദേശിച്ചത്? അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവർ കോർപ്പറേറ്റ് ആണ്, അവർക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്. അവർ കാണിക്കുന്ന നീഡും ഗ്രീഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓൺലൈൻ ചാനലുകാർ ചെയ്യുന്നത് നീഡിന് വേണ്ടിയാണ്, ഇവർ കാണിക്കുന്നത് ഗ്രീഡാണ്. വെസ്റ്ററിന് കട്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞ പോലെ സംഭവമാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്നത്. ഇത്ര ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നിങ്ങൾ അല്ല അറിയപ്പെടേണ്ടിയിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് കേരളത്തിൽ ജനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയത്. മോഹൻലാൽ പറഞ്ഞു യു ആർ ബോൺ ഇൻ റോങ് സ്റ്റേറ്റ് അബൌട്ട് റോങ് പീപ്പിൾ എന്നൊരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ജീവിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും ഒതുക്കുകയോ ചെയ്തിട്ടുള്ളൂ. അത് ഈ മലയാളികളുടെ ഒരു വൃത്തികെട്ട മനസ്സാണ്. എന്തായാലും മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ രാജപ്പൻ വിളിച്ച പൃഥ്വിരാജ് ഇപ്പോൾ രാജുവേട്ടനായില്ലേ, അതേപോലെ ചേഞ്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.